ഹലോ, ഞാൻ വീഡിയോ ആണ് കേട്ടോ. വീണ്ടും നിങ്ങളോട് ഞാൻ വീഡിയോ ആയിട്ട് വരുവാണ്. ഇന്നത്തെ വീഡിയോന്റെ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് ഇന്നത്തെ നമ്മളെ താരം ആരാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവക്കാഡോ ആണ് കേട്ടോ. അവക്കാഡോ കണ്ടോ, അവക്കാഡോ ആണ് കണ്ടോ, 4 അവക്കാഡോകളുണ്ട്. നമ്മുടെ മെയിൻ താരം അവക്കാഡോ ആണ് കേട്ടോ. മഴയൊക്കെയാണ്, തണുപ്പാണ്, എന്നാലും വേണ്ടില്ല, വല്ലപ്പോഴും ഇങ്ങനത്തെ കേരളം കിട്ടുള്ളൂ, എപ്പോഴെപ്പോഴും കിട്ടത്തില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്കിത് എന്താ പറയാ, അവക്കാഡോ ജ്യൂസ് പറയുകയാണെങ്കിൽ പറയാം കേട്ടോ. ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് തൊലി പൊളിച്ച് അത്യാവശ്യം ഷുഗർ ഇട്ട് മിൽക്ക് ഒഴിച്ച് ഒന്ന് മിക്സിലിട്ടൊന്ന് അടിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കത് ചെയ്താലോ? നമുക്ക് ആദ്യം കട്ട് ചെയ്തിട്ടിടാം കേട്ടോ. ആദ്യം പിന്നെ ജാറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തിടാം. ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ കട്ട് ചെയ്യണം, ഇങ്ങനെ ഇടാം. എല്ലാം കണക്കന്നെ. ഇങ്ങനെ അങ്ങ് മുറിക്കാം. ഇങ്ങനെ മുറിച്ചിട്ട് എൻ്റെ വീട്ടില് ഈ അവക്കാഡോന്റെ മരം കുറേ ഉണ്ട് കേട്ടോ, ഒരു 3-4 എണ്ണം ഉണ്ട്. പക്ഷെ എന്താ പറയാ, കായ് തീരെയില്ല കേട്ടോ. വല്ലപ്പോഴും ഒന്നുണ്ട് അബദ്ധവശാൽ കിട്ടിപ്പോയാലുള്ളൂ. അങ്ങനെ കിട്ടിയതാണ് ഈ കായ കേട്ടോ. അബദ്ധവശാലേ കിട്ടുള്ളൂ, അങ്ങനെ ഉണ്ടാവാറില്ല. തീരെ കുറവ്. ബാക്കിയുള്ള വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കാണാൻ കൊതിയ. അപ്പൊ നമുക്ക് ദേഷ്യം വരും. നമ്മളവിടെ ഒന്നും മരങ്ങളുണ്ട് ഇങ്ങനെ ഇല്ലാലോ നമ്മൾ കാണാൻ ദേഷ്യം വരും. അപ്പൊ ചില സമയം അച്ഛൻ പറയുന്നു ആ മരം മുറിച്ച് കളഞ്ഞുള്ളതൊക്കെ. മുറിച്ചിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ വീഡിയോയിലെല്ലാം കണ്ടാൽ അറിയാം, എനിക്കറിയാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടിട്ട വീഡിയോസിലൊക്കെ അങ്ങനെ മാക്സിമം അതിന്റെ ചോട്ടിൽ ഞങ്ങൾ വീഡിയോ അധികം എടുക്കാറ്. പഴുത്തിട്ട് ഇപ്പൊ 2 ദിവസമായി. ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ടുവന്ന പാലും ഉണ്ട്. അപ്പൊ എന്താ പറയുക, ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ നല്ല വിലയാണ്, കടയിലൊക്കെ വാങ്ങുവാണെങ്കിൽ നല്ല വിലയുണ്ട്. അപ്പം ഈ സമയത്താകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ട്, മഴയൊക്കെ അല്ലേ. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ചെറുതായതിന് മേലെ, തൊലിന്റെ മേലെ ചെറുതായിട്ട് ഒരു കറുത്ത പുള്ളി പോലത്തൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തീർത്തെടുക്കുന്നില്ല, ജസ്റ്റ് മേലെ കൂടെ മാത്രം ഇങ്ങനെ എടുക്കുവാണ്. എന്തൊക്കെയാണല്ലേ, ദിവസം വീഡിയോ എടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഓരോ ടോപ്പിക് കിട്ടണ്ടേ. അപ്പം കണ്ടോ, അതാണ് ടൈമിങ് എന്ന് പറയുന്നത് കേട്ടോ. 4-5 വീഡിയോ ഞാൻ തുടർന്ന് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളും ഓരോ വീഡിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എന്തായാലും ഇതുപോലെ അങ്ങ് പോട്ടെ അല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് പരമാവധി എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പരമാവധി എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും, പുതിയതായിട്ട് കാണുന്ന സബ്സ്ക്രൈബും എല്ലാം ചെയ്തങ്ങ് സപ്പോർട്ട് ചെയ്യാം. ഇതിങ്ങനെ കാണുമ്പോൾ അങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ, കേടൊന്നുമല്ല കേട്ടോ. അതിനകത്തുള്ള ചെറിയ ചെറിയ 4 പോലത്തെ കറുപ്പ് കളർ 4 പോലെ എന്തൊക്കെയുള്ളൂ, കേടൊന്നുമില്ല കേട്ടോ. ഞാൻ 3 ആക്കിയിട്ട് ഒരെണ്ണം എടുത്ത് വെക്കാന്ന് വിചാരിച്ചാ. ഇപ്പൊ ഒരെണ്ണമായിട്ട് എന്നെ എടുത്ത് വെക്കുന്നു എന്നും പറഞ്ഞു 4 ഞാൻ എടുത്തു. അപ്പം ഓരോ ദിവസം ഓരോന്നെണ്ണം കൊണ്ട് എടുക്കാൻ മടിച്ചിട്ട് ആക്കിയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഫ്രിഡ്ജിലാണെങ്കിൽ ഇട്ടുന്നോളൂല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആക്കാതിരുന്നത്. ഇന്ന് എന്ത് വന്നാലും പറ്റില്ല. ഞാൻ രാവിലെ തന്നെ പുറത്ത് വെച്ചു, കൂളിങ് മാറാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇത് പുറത്ത് വെച്ചു. അപ്പം ആക്കി കഴിഞ്ഞു. അപ്പം ലേശം പാലും പഞ്ചസാര ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം മിക്സിയിലിട്ട് കേട്ടോ. പാല് പഞ്ചസാര ഇട്ടിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാമേ. കുട്ടികൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മല്ലെടുത്താണ്. എന്നിട്ട് മത്സരം വഴക്ക് കണ്ടോ. പാലൊഴിക്കുവാണേ. ഓ, പാലൊഴിച്ചു, അധികം വേണ്ട. പാലൊഴിച്ചു. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. പഞ്ചസാര ഓ വണ്ടിയോ 2 സ്പൂൺ, മാക്സിമം 2 സ്പൂൺ കേട്ടോ. വലിയ സ്പൂണാണ്. അവരവരുടെ പാകത്തിന് മധുരം വേണ്ടവർക്ക് മധുരം ഇടാം, മധുരം കുറയ്ക്കേണ്ടവർക്ക് മധുരം കുറയ്ക്കാം. അപ്പൊ എന്താ, നമുക്കിനി അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഈ സംഭവം ജ്യൂസ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അവക്കാഡോ ഒന്ന് ജ്യൂസ് അടിച്ച പരുവത്തിലങ്ങ് ആക്കിയെടുക്കാം. ജ്യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ഇങ്ങനെ കുടിക്കുന്ന പോലെ, ഇതിപ്പോൾ ഇങ്ങനെ കുടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ എടുത്ത് സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കഴിക്കണ്ടേ.
കുട്ടിയെ കൊടുത്തു. ഇതിപ്പം വേറെ പാത്രത്തിലേക്ക് മാറ്റി അവിടെ നിന്ന് എടുത്ത് കൊടുത്ത് എന്തിനാ ഡയറക്റ്റ് പ്ലസ് നിന്ന് ഒരു ചെറിയ കോപ്പയിൽ എടുത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഞാനും കഴിച്ചിട്ട് ഏട്ടനും എടുത്തു വെക്കും. അപ്പം സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം കടയിൽ നല്ല വിലയാണ്, ഇതിനൊക്കെ നല്ല വിലയുണ്ട്. വീട്ടിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്ത് നല്ല പൈസ കിട്ടും കേട്ടോ. പക്ഷെ നമ്മളോട് ആവുന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ ചെറിയ കോപ്പയിലാക്കി കാണിക്കാം കേട്ടോ. അപ്പൊ ഞാനെന്താ അരച്ച ശേഷം ഞാൻ ഇങ്ങനെ ബൗളിലേക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനത്തെ ബൗളിൽ കാണിക്കുന്നത് അത് പ്രത്യേക സുഖമല്ലേ, കണ്ടില്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴാണ് ഒരു പൂർണ്ണതയുള്ളൂ കേട്ടോ. ഒരു പൂർണ്ണത വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുക്കണം, നല്ല പറ്റും. കുറച്ച് ബൗളുകൾ നല്ല നല്ല ബൗളുകൾ വാങ്ങിച്ചു വെക്കണം. ഇങ്ങനെ ഇതുപോലെ കൊടുക്കോട് ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ വരും. അപ്പൊ അതുപോലത്തെ കുറെ പാത്രങ്ങൾ വേണ്ടെങ്കിൽ നല്ലതല്ലേ. വായിൽ വെച്ചിട്ട് ഇങ്ങനെ അലുത്ത് പോകുന്ന അറിയില്ല, അലുത്ത് പോലെ പെട്ടെന്ന് വായിലുള്ളത് തീർന്നു പോകുന്ന അറിയില്ല. അല്ല എല്ലാ വീഡിയോസിലും കൂടെ പറയണ കാര്യമില്ല. അപ്പം ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്ത. ബൈ, മറ്റൊരു വീഡിയോ വീണ്ടും കാണാവേ.